कवित्वजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम् गणपतये नमः. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷയായി പ്രവർത്തിക്കുന്ന ആദരണീയായ പ്രസൂതി ചേച്ചി, ഇന്ന് ഈ സഭയിൽ അനുഗ്രഹ ഭാഷണം നടത്താൻ വന്നിട്ടുള്ള ആരാധ്യനായ സുധീർ ചൈതന്യ സ്വാമിജി, മറ്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ ഭാരവാഹികളായ സജ്ജനങ്ങളെ, സഹോദരിമാരെ, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ സമ്മേളനം രണ്ട് സന്ദർഭങ്ങളെ ആസ്പദമാക്കിയാണ് എന്നിവിടെ പരാമർശിക്കുകയുണ്ടായി. ഒന്ന്, കഴിഞ്ഞ 60 വർഷമായി ലോകം മുഴുവൻ ഹിന്ദു സമൂഹത്തിൽ അഭിമാനവും ആത്മവിശ്വാസവും സംഘടനാബോധവും സമരസതയും സേവന മനോഭാവവും ഇപ്പോൾ മുഴുവൻ ലോകമുള്ള ഹിന്ദുക്കളിൽ സംഘടനാബോധവും ആത്മവിശ്വാസവും സമരസതയും സേവന മനസ്സും ഒക്കെ വളർത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ആഗോള പ്രസ്ഥാനമാണ് വിശ്വഹിന്ദു പരിഷത്ത്. അപ്പൊ അങ്ങനെയുള്ള വിശ്വഹിന്ദു പരിഷത്തിന്റെ 60ാം വർഷം ഷഷ്ടിപൂർത്തി, അതാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഒരു നിമിത്തം. മറ്റൊന്നിവിടെ സൂചിപ്പിച്ചു, ഈ വേദിയിൽ കഴിഞ്ഞ ദിവസങ്ങളായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഗണപതി ഭഗവാന്റെ ആരാധന ഭാരതം മുഴുവനുള്ള, ലോകം മുഴുവനുള്ള ഹിന്ദുക്കൾ ഈ ഗണേശ ചതുർത്ഥി, അതിനോടനുബന്ധിച്ചിട്ടുള്ള സമ്മേളനങ്ങൾ, ഘോഷയാത്രകൾ, ഭജനകൾ, ഇങ്ങനെയുള്ള അനവധി പരിപാടികൾ നടക്കുക. അങ്ങനെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ഗണപതി പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഉള്ള പൂജയും രണ്ടും ചേർന്നാണ് ഇന്നത്തെ ഈ സഭ എന്നിവിടെ സ്വാഗതത്തിലും ഒക്കെ സൂചിപ്പിക്കേണ്ട. നമ്മുടെ ഭാരതം ലോകത്തിലെ ഏറ്റവും പവിത്രമായ ഹിന്ദുക്കളുടെ ഒരു പുണ്യഭൂമിയാണ് എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഹിന്ദുധർമ്മം ജനിച്ചത്, ഹിന്ദുധർമ്മം പുഷ്ടിപ്പെട്ടത്, ഹിന്ദുധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദർശന സംഹിത രൂപീകരിക്കപ്പെട്ടത്, അതിന്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നും ഹിന്ദുക്കളായി അധിവസിക്കുന്നത് നമ്മുടെ ഈ ഭാരതവർഷത്തിലാണ്. ഈ ഭാരതവർഷത്തിന് ലോകത്തിന് നൽകുവാൻ ഒരു സന്ദേശമുണ്ട്. അത് ഹൈന്ദവമായ സന്ദേശമാണ്. അതിനെ ചിന്മയാനന്ദ സ്വാമിയും വിവേകാനന്ദ സ്വാമിയും ഒക്കെ തന്നെ നമ്മുടെ മുമ്പിൽ, ചിന്മയാനന്ദ സ്വാമി ഗീതയുടെ വാക്കുകളിലൂടെ, വിവേകാനന്ദ സ്വാമി നമ്മുടെ വേദാന്ത ദർശനത്തിന്റെ വാക്കുകളിലൂടെ ഒക്കെ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു. വിവേകാനന്ദ സ്വാമിക്ക് പറയുമായിരുന്നു, ഭാരതത്തിന്റെ വ്യക്തിത്വം എന്നുള്ളത് സേവനവും ആധ്യാത്മികതയുമാണ് എന്ന്. അദ്ദേഹം പറയുമായിരുന്നു, കോൺകർ ദി വേൾഡ് വിത്ത് സ്പിരിച്വാലിറ്റി. ഭാരതം ലോകത്തെ കീഴടക്കുന്നത് അതിന്റെ ആത്മീയ സത്ത കൊണ്ടാണ്. ആ ആത്മീയ സത്തയുടെ പേരാണ് ഹിന്ദുത്വം എന്നുള്ളത്. അപ്പൊ ഏതൊരു ദർശനവും ഏതൊരു സമൂഹവും സ്റ്റാഗ്നന്റ് ആയി ഒരിക്കലും ഉണ്ടാവില്ല. അതിലൊരു ഉയർച്ചയും താഴ്ചയും എന്നുള്ളത് മാനവ സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ലോകത്തിൽ ഉദയം ചെയ്തിട്ടുള്ള പൗരാണികങ്ങളായ നാഗരികതകളും മതങ്ങളും സംസ്കാരങ്ങളൊക്കെ തന്നെ
ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച് ലോകത്തെ കീഴടക്കി ലോകത്തിലെ ഭരണാധികാരികൾ പോലും ആകുന്നതിന് പ്രേരണ നൽകി. പക്ഷേ ചരിത്രത്തെ നമ്മൾ വിശകലനം ചെയ്താൽ അത്തരം നാഗരികതകളും സംസ്കാരങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ തകർന്നടിഞ്ഞുപോയ ചരിത്രമാണ് ലോക ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുക്കളുടെ ജന്മഭൂമിയായ ഈ ആർഷഭൂമി, ഈ ഭാരതഭൂമി, ഹിന്ദു സംസ്കാരം, അത് അനവധി ഉയർച്ച താഴ്ചകൾ ഉണ്ടായെങ്കിലും ഓരോ തവണ അതിന് അപജയങ്ങൾ ഉണ്ടാകുമ്പോഴും അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും ദുർബലതകൾ കടന്നു വരുമ്പോഴും അതിനെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തെ സനാതന ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഭാരതഭൂമി ഋഷിപ്രോക്തങ്ങളായ ഈ സനാതന ധർമ്മത്തിന്റെ ജന്മഭൂമിയാണ്. അതിനെ പുഷ്കരമാക്കിക്കൊണ്ട് ലോകത്തിന് അനുഗ്രഹം നൽകുന്ന ഒരു ഭൂമിയാണ് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. പക്ഷെ ഈ ധർമ്മത്തിനും ഉയർച്ചയും താഴ്ചയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് കലിവർഷം ആരംഭിച്ച് 5126 വർഷത്തിനാണ്. കലിയുഗം ആരംഭിച്ചത് കൃഷ്ണഭഗവാന്റെ സ്വർഗാരോഹണത്തോടുകൂടിയാണ്. ആ കലിയുഗം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ദ്വാപരയുഗത്തിന്റെ അവസാന ഭാഗം അധർമ്മം കൊടികുത്തി വാഴുന്ന കാലഘട്ടം. രാജസഭയിൽ പോലും സ്ത്രീകൾക്ക് മാന്യമായി നിൽക്കാൻ കഴിയാത്തത്രയും അധർമ്മികളായവരുടെ ഭരണവും തദനുസാരിയായി സമൂഹ ജീവിതത്തിൽ വന്നതായ വലിയ ആധാർമിക പ്രവർത്തനങ്ങൾ, അതിനെ ശുദ്ധീകരിക്കാനാണ് കൃഷ്ണഭഗവാന്റെ അവതാരം ഉണ്ടായതും മഹാഭാരത യുദ്ധവും ഒക്കെ തന്നെ ആ ഒരു ഭഗവാന്റെ ലീലയുടെ ഭാഗമായി. അപ്പൊ കലിയുഗം ആരംഭിച്ചേക്ക് ഇന്നേക്ക് 5000 കൊല്ലമായതിനിടയിൽ ഹിന്ദുധർമ്മത്തിന്റെ ചില വീഴ്ചയുടെ കാലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിന്ദുധർമ്മത്തിന്റെ പൗരുഷ ശക്തി നഷ്ടപ്പെട്ട് അഹിംസയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അക്രമകാരികൾക്ക് നിർബാധം നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തികളിൽ കടന്നു വരത്തക്കവണ്ണം നമ്മുടെ ഹിന്ദു സമൂഹം മൗഢ്യത്തിലേക്ക് പോയി. ഒരുപക്ഷെ ബുദ്ധധർമ്മത്തിന്റെ വ്യാപനവും ആ ബുദ്ധമതത്തിലെ അഹിംസയെ ഭരണാധികാരികൾ പോലും സ്വീകരിച്ചതും ഒക്കെ തന്നെ അതിന് കാരണമായിരിക്കാം. ആ 2500 കൊല്ലം മുൻപുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ജനിച്ച ശങ്കരൻ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഈ ദർശനത്തെ ഭാരതത്തിൽ നിന്ന് പിഴുതെറിഞ്ഞ് വീണ്ടും വേദാന്ത ദർശനത്തിന്റെ സിംഹനാദം മുഴക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ശങ്കരന്റെ ജന്മം കഴിഞ്ഞിട്ടുള്ള ഈ 1500 വർഷത്തിനിടയിൽ വീണ്ടും നമ്മൾക്കിടയിലുള്ള അനാചാരവും അന്ധവിശ്വാസവും അസംഘടിതാവസ്ഥയും ഒക്കെ കൊണ്ട് വെറും കച്ചവടത്തിന് വന്ന ഡച്ചുകാരനും പോർച്ചുഗീസുകാരനും ഇംഗ്ലീഷുകാരനും ഒക്കെ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളെ കൈക്കലാക്കി നമ്മുടെ ഹിന്ദുധർമ്മത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങി അതിന് പ്രവർത്തിച്ചു. നമ്മുടെ ദുർബലത കൊണ്ട് അവർ വിജയത്തിന്റെ സോപാനങ്ങൾ കയറി. അറേബ്യയിലുണ്ടായ ഇസ്ലാം മതം മൊഹമ്മദിൻ കാസിന് ശേഷം സിന്ധിലൂടെ ഭാരതത്തിലേക്ക് പ്രവേശിച്ച് 1526 ബാബറിന്റെ ആക്രമണത്തോടുകൂടി ഭാരതത്തിന്റെ വലിയൊരു ഭാഗം ഇസ്ലാമിക മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്നവരുടെ കൈകളിലായി. അങ്ങനെ നമ്മുടെ ഭാരതത്തിലെ ഈ ധർമ്മവും സമാജവും നൊന്ത് പടഞ്ഞപ്പോഴാണ് നമ്മൾ ചരിത്രത്തിൽ അറിയുന്ന ഭക്തിപ്രസ്ഥാനത്തിന്റെ അലയടികൾ ഉണ്ടാകുന്നത്. കേരളത്തിലെ എഴുത്തച്ഛനും തമിഴ്നാട്ടിലെ കമ്പരും ആസാമിലെ ശങ്കരദേവനും ചൈതന്യനും മീരാബായിയും തുളസീദാസും അങ്ങനെ ഭാരതമൊട്ടാകെ ഉണ്ടായ ഒരു ഉണർവിന്റെ ഫലമായി വീണ്ടും ഹിന്ദുത്വത്തിന്റെ ഒരു പുനർജാഗരണം നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ദീപശിലയും വഹിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മളെ മുഴുവൻ പാരമ്പര്യത്തെ നശിപ്പിച്ച് നമ്മൾ വെറും സാഹിബിന്റെ അടിമകളായി തീർന്നപ്പോഴാണ് ദക്ഷിണേശ്വരത്തെ കാളീക്ഷേത്രത്തിലെ പൂജാരിയുടെ ആ കാലടിപ്പാടുകളിൽ നിന്ന് ആവേശം നേടിയിട്ട് ഒരു നരേന്ദ്രൻ
ഹിന്ദുത്വത്തിന്റെ ഗർജനവുമായി ലോകത്തിന് മുമ്പിൽ വന്നത്. അപ്പൊ 1850 ശേഷവുമുള്ള ഭാരതത്തിന്റെ ഉണർവിന്റെ കാലഘട്ടം രാമകൃഷ്ണ മിഷൻ, പ്രാർത്ഥനാ സമാജം, ബ്രഹ്മ സമാജം, ആര്യ സമാജം, തിയോസഫിക്കൽ സൊസൈറ്റി, അങ്ങനെ ഭാരതവ്യാപകമായ പല പ്രസ്ഥാനങ്ങളും കേരളത്തിൽ നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമി അയ്യങ്കാളിയും പണ്ഡിതകറുപ്പനും കുമാരഗുരുദേവനും അങ്ങനെ ഭാരതം മുഴുവനുണ്ടായ ഉണർവിൻ്റെതായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ സന്തതിയാണ് 1925 നാഗ്പൂരിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നൊരു സംഘടന. മനസ്സ് വേദനിച്ച്, ഹൃദയം വേദനിച്ച്, മസ്തിഷ്കം വേദനിച്ച്, ആത്മബോധം നഷ്ടപ്പെട്ടു കിടന്നിരുന്ന ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് ഹിന്ദുക്കളെ ബോധവൽക്കരിക്കാൻ, സംഘടിപ്പിക്കാൻ ഉണർന്നു വന്ന ആ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രേരണ നേടിക്കൊണ്ട് അനവധി ഹൈന്ദവ ധർമ്മത്തിൽ അടിസ്ഥിതമായ പ്രസ്ഥാനങ്ങൾ ഭാരതം മുഴുവൻ വളർന്ന് പന്തലിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ രണ്ടാമത്തെ സർസംഘ ചാലക്കായിരുന്ന ഗുരു ഗോൾവാൾക്കർ രാമകൃഷ്ണ മിഷനിലെ അഖണ്ഡാനന്ദ സ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിച്ച അദ്ദേഹം ആധ്യാത്മികമായ വഴിയിൽ മാത്രം പോകാതെ ഈ ദേശത്തെ ഉണർത്താനുള്ള അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിന് ജീവൻ സമർപ്പിച്ചു. ആ ഗുരു ഗോൾവാൾക്കറെയാണ് നേരത്തെ ഇവിടെ പരാമർശിച്ചത്. 1964 ഭാരതം മുഴുവനുള്ള മുഴുവൻ മഹത്തുക്കളെയും സന്യാസിമാരെയും ഒക്കെ ചേർത്തുകൊണ്ട് മലയാളികളായ നമുക്ക് അഭിമാനിക്കാം, ബോംബെയിലെ സാന്ദീപനി ആശ്രമത്തിൽ വെച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന് ബീജാവാളം നൽകി. അപ്പൊ ഞാൻ ചൂണ്ടിക്കാണിച്ചത് 5000 കൊല്ലത്തെ ഈ കലിയുഗത്തിന്റെ പ്രവാഹത്തിൽ അധപതനത്തിന്റെയും അപജയത്തിന്റെയും രോദനത്തിന്റെയും അടിമത്തത്തിന്റെയും അനവധി മുഹൂർത്തങ്ങൾ ഉണ്ടായെങ്കിലും അതിൽ നിന്നെല്ലാം പാഠം പഠിച്ച് സംഘടിതമായ ഒരു ശക്തിയാണ് ഈ ധർമ്മത്തെ രക്ഷിക്കാൻ പോകുന്നത്. സംഘേ ശക്തി കലോയുഗേ എന്ന ദർശനത്തിനനുസരിച്ചാണ് വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകൃതമായതും പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവർത്തനമല്ല, കുറെ ധനികരുടെ പ്രവർത്തനമല്ല, കുറെ വിദ്യാഭ്യാസമുള്ളവരുടെ പ്രവർത്തനമല്ല. സർവ സമാജത്തെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിപുലമായ സംഘടന. ഒരുപക്ഷെ ഇസ്കോൺ പോലുള്ള ഭക്തിപ്രസ്ഥാനം ലോകവ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അതൊരു ഭക്തിപ്രസ്ഥാനം മാത്രമാണ്. പക്ഷെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പ്രസ്ഥാനം വിശ്വ ഹിന്ദു പരിഷത്താണ്. ആ പ്രസ്ഥാനത്തിന്റെ ഇക്കാലം അത്രയുമുള്ള ചരിത്രത്തെ നമ്മൾ നോക്കുമ്പോൾ അഭിമാനപൂർണമായ ഏടുകളെ എഴുതിക്കൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മളിവിടെ ഇരിക്കുന്നതായ ഈ സങ്കേതം പഴയ ഒരു ഇല്ലത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ശിവക്ഷേത്രം. ഇതിലെ പഴയ തലമുറയിൽ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. ഓല കെട്ടി വളരെ തകർന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു ശിവക്ഷേത്രം. എറണാകുളം പട്ടണത്തിന്റെ വളർച്ചയും വലിപ്പവും ഒക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ നമുക്കെല്ലാം കരച്ചിൽ വരുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്രം. ഒരു കാലത്ത് 40, 50, 60 കൊല്ലം മുൻപേ കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെ സ്ഥിതി അതായിരുന്നല്ലോ. പക്ഷെ ഇതിന്റെ ഉടമസ്ഥന്മാര് അന്ന് സംഘടിതമായി വളർന്നു വന്ന വിശ്വ ഹിന്ദു പരിഷത്ത് പ്രസ്ഥാനത്തിലുള്ള വിശ്വാസം കൊണ്ട് ഈ ക്ഷേത്രം വിശ്വ ഹിന്ദു പരിഷത്തിനെ ഏൽപ്പിച്ചു. വെളിയത്തുനാട് ഒരു ഇല്ലത്തിൽ ജനിച്ച ഇരവിരവി നമ്പൂതിരി, അദ്ദേഹത്തിന് കാലത്ത് സന്യാസിയായി, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകനായി. അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ച് ഈ ക്ഷേത്രത്തിന്റെ നവീകരണത്തിന്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉത്ഥാനത്തിന് ഒക്കെ പ്രവർത്തിച്ചു. ഞാൻ പഴയകാല പ്രവർത്തകരെ സ്മരിക്കുകയാണ്. VP ജനാർദ്ദനൻ പാലക്കാടുകാരനാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആദ്യത്തെ കേരളത്തിലെ സംഘടനാ സെക്രട്ടറിയായി. കുമാരൻ ഏറാടി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ അധ്യക്ഷനായി. പിൽക്കാലത്ത് സംഘടനാ സെക്രട്ടറിമാരായി വന്നിട്ടുള്ള കുമ്മനം രാജശേഖരൻ, കാശി വിശ്വനാഥൻ തുടങ്ങിയുള്ള നമ്മുടെ പ്രവർത്തകന്മാർ, ജനറൽ സെക്രട്ടറിമാരായി വന്നിട്ടുള്ള കാശിയേട്ടൻ തന്നെ, കാശി വിശ്വനാഥൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇവിടെ എഞ്ചിനീയറായിരുന്ന നാരായണൻ നായർ ജനറൽ സെക്രട്ടറി ആയിരുന്നു. HMT ഉദ്യോഗസ്ഥനായിരുന്ന രവിചേട്ടൻ, അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഒരു വലിയ പരമ്പര. അപ്പൊ ഈ
ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ 60-ാം വർഷം ആഘോഷിക്കുമ്പോൾ പൊളിഞ്ഞുകടന്ന ഈ ക്ഷേത്രത്തെ ഇന്നത്തെ ആകർഷണീയമായ ഒരു സ്ഥാപനമായി വളർത്തിയെടുക്കുന്നതിന് അഹോരാത്രം പ്രവർത്തിച്ച നമ്മുടെ പ്രവർത്തകരെ ഞാൻ സ്മരിക്കുകയാണ്. അവരുടെ ഓർമ്മക്ക് മുൻപിൽ നമസ്കരിക്കുകയാണ്. പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് ഭാരതവ്യാപകമായി നോക്കിയാൽ എന്താണ് പ്രധാനമായ നേട്ടങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ ജാതി വ്യത്യാസത്തിനുപരി ഹിന്ദുക്കൾ ഒന്നാണ് എന്ന അടിസ്ഥാന ദർശനത്തെ നമ്മുടെ സന്യാസി സമൂഹത്തെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിന് കഴിഞ്ഞു. 1964 വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകരിച്ചെങ്കിലും 66 നടന്ന കുംഭമേളയിൽ വെച്ച് വലിയ സന്യാസി സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. എല്ലാ വിഭാഗത്തിലും പെട്ട സന്യാസിമാർ, നമ്മുടെ 4 മഠങ്ങൾ എന്ന് പറയുന്ന ശങ്കരന്റെ മഠങ്ങൾ തന്നെ, അവിടുത്തെ സന്യാസിമാർ തന്നെ ഒരുമിച്ച് വരുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഹിന്ദുക്കളുടെ അസംഘടിതാവസ്ഥയുടെ മൂർധന്യതയായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സന്യാസിമാർ, ശങ്കരാചാര്യന്മാർ വന്നു. അത് കഴിഞ്ഞ് ആ കുംഭമേളയിലെ തീരുമാനത്തിനനുസരിച്ച് 1968 ഉടുപ്പിയിൽ വെച്ച് വലിയ ഒരു ധർമ്മ സംസദ് നടത്തി വിശ്വ ഹിന്ദു പരിഷത്ത്. ഹിന്ദുക്കളുടെ ചരിത്രത്തിൽ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതാവുന്ന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച സമ്മേളനമായിരുന്നു അത്. എന്താണ് ആ സമ്മേളനത്തിന്റെ വിശേഷം? അതുവരെ ഹിന്ദുക്കളിൽ ആരെങ്കിലും മതം മാറിപ്പോയാൽ പുറത്തേക്ക് പോകാനുള്ള വാതിലേ ഉള്ളൂ, അകത്തേക്ക് വരാനുള്ള വാതിലില്ല. ഉണ്ടായിരുന്നു. ഇസ്ലാമിക ഭരണകൂടം ഹിന്ദുക്കളെ ബലം പ്രയോഗിച്ച് മതം മാറ്റിയ കാലഘട്ടത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശുദ്ധി പ്രസ്ഥാനം ആര്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. പക്ഷെ ദുർബലമായിട്ട് അതിനു മുൻപും ഒരു സ്മൃതി ഉണ്ടായിട്ടുണ്ട്, ദേവര സ്മൃതി. ദേവര മഹർഷി നമ്മുടെ ധർമ്മത്തിൽ നിന്ന് പരിത്യക്തരായവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള പ്രമാണങ്ങൾ എഴുതിയിട്ടുണ്ട്, ക്രിയകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവയെല്ലാം അശ്രദ്ധമായിപ്പോയി, മറന്നുപോയി. അതുകൊണ്ട് ഒരു ഹിന്ദു ക്രിസ്ത്യാനി ആയാൽ, ഒരു ഹിന്ദു മുസ്ലിം ആയാൽ പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമല്ല, പോയത്. ഇന്നത്തെ പണ്ഡിറ്റുകൾ കാശ്മീരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതിന്റെ കാരണം, അവരുടെ ഭൂമി മുഴുവൻ മുസ്ലിങ്ങളുടെ കയ്യിൽ പെട്ടതിന്റെ കാരണം, അവിടെ മതം മാറിയ ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവരാൻ അന്നത്തെ രാജാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അതിന് വകുപ്പില്ല എന്ന് പറഞ്ഞ ആ ദുരന്തമായി. അങ്ങനെ സാർവത്രികമായി മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള വഴിയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഈ 68 ധർമ്മ സംസത്തിൽ ന ഹിന്ദു പതിതോ ഭവൻ എന്ന ഒരു പ്രമാണം സ്വീകരിച്ചു. ഒരു ഹിന്ദുവും പതിതനായില്ല. മതം മാറിപ്പോയാൽ അവനെ തിരിച്ചു കൊണ്ടുവരാം. അതിനുള്ള ശുദ്ധി പ്രസ്ഥാനമുണ്ട്, ആര്യസമാജം ഉണ്ടാക്കിയിട്ടുണ്ട്, ദേവസ്മൃതിയിലുണ്ട്. അപ്പൊ ഹിന്ദു മതം മാറിയാൽ അവരെ വീണ്ടും ഹിന്ദുധർമ്മത്തിലേക്ക് ആനയിക്കാൻ സാധ്യമല്ല എന്ന് അതുവരെ ഉണ്ടായ തെറ്റായ ധാരണകളെ തിരുത്തിക്കൊണ്ട് ന ഹിന്ദു പതിതോ ഭവേ എന്നുള്ളത് വിശ്വ ഹിന്ദു പരിഷത്ത് അതിന്റെ പ്രമാണമായി സ്വീകരിച്ചു. സന്യാസിമാരത് പ്രഖ്യാപിച്ചു. ഹൈന്ദവ സോദര സർവേ, ജാതിപരമായ വ്യത്യാസങ്ങൾ ഹിന്ദുക്കളെ വേർതിരിക്കുന്നതല്ല, എല്ലാം ഒരമ്മ പെറ്റ മക്കളാണ് എന്ന നമ്മുടെ അടിസ്ഥാന തത്വം അത് സന്യാസിമാർ പ്രഖ്യാപിച്ചു. ആ ധർമ്മ സംസത്ത് ഹൈന്ദവ സോദര സർവേ. ഹിന്ദുരക്ഷ മമ ദീക്ഷ എന്ന് മറ്റൊരു മുദ്രാവാക്യവും സ്വീകരിച്ചു. ഇത് വെറും മുഷ്ടി ചുരുട്ടി വിളിക്കാനുള്ള മുദ്രാവാക്യം. ഹിന്ദുക്കളെ രക്ഷിക്കേണ്ടത് എന്റെ ദൗത്യമാണ്, എന്റെ ദീക്ഷയാണ് എന്ന് സർവസംഘ പരിത്യാഗികളായ സന്യാസിമാർ പ്രഖ്യാപിച്ചു. മോക്ഷമാർഗത്തിലേക്ക് മാത്രം സഞ്ചരിക്കാനല്ല, ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായജ എന്ന് സന്യാസത്തിന് വിവേകാനന്ദ സ്വാമി നൽകിയ പുതിയ ഭാഷ്യം, കാലത്തിന്റെ ഭാഷ്യം, അത് മനസ്സിലാക്കി വിശ്വ ഹിന്ദു പരിഷത്ത് സന്യാസി ധർമ്മ സംസത്തിൽ വെച്ച് ഈ നിർണായകമായ പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനങ്ങളുടെ പ്രായോഗികവൽക്കരണമാണ് ഈ 60 വർഷമായി വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ ഭാരതവ്യാപകമായി മതം മാറിപ്പോയ സഹോദരന്മാരെ
പരാവർത്തനം ചെയ്യാൻ, സ്വഗൃഹത്തിലേക്ക് ആനയിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മതം മാറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ചെന്ന് അവർ എന്തിനാണോ മതം മാറുന്നത് ആ കാരണങ്ങളെ കണ്ടെത്തി അതിനെ വിഭാവനം ചെയ്ത് അവരെ ഹിന്ദു ധർമ്മത്തിൽ ഉറച്ചു നിർത്താനുള്ള നിഷ്ഠാപൂർവമായ പ്രവർത്തനങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്തിന് ഈ 60 കൊല്ലത്തിനുള്ളിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് 60 കൊല്ലമായി ഭാരതവ്യാപകമായി ലോകവ്യാപകമായി പ്രവർത്തിക്കുമ്പോൾ സാമാജിക സാമരസ്യം, ജാതിപരമായ വ്യത്യാസങ്ങളില്ലാത്ത ഏകരസ ഹിന്ദു സമാജം. നമ്മളെ മലയാളികൾക്ക് മനോഹരമായ ഒരു കഥയില്ലേ, വരരുചി എന്ന ഒരു ബ്രാഹ്മണന് പറയായ സ്ത്രീയിൽ പിറന്ന 12 മക്കൾ. ഓരോന്നിനും പ്രസവിക്കുമ്പോഴും വായുണ്ടോ എന്ന് ചോദിക്കും. ഈ അമ്മ വായുണ്ടെന്ന് പറഞ്ഞാൽ വരരുചി പറയും അതിനകം ഇട്ടേക്കും, വായുവിന് ഈശ്വരന് ഭക്ഷണം കൊടുക്കും. അങ്ങനെ കേരളത്തിലെ വിവിധ സമുദായങ്ങളിൽ പറയനായും ബ്രാഹ്മണനായും ഒക്കെ ആശാരിയായും മുശാരിയായും ഒക്കെ ജനിച്ച ഈ 12 മക്കൾ, 11 മക്കൾ. 12ാമത്തതിന്റെ കഥ നമുക്കറിയാം. അമ്മയുടെ ഹൃദയവ്യത കൊണ്ട് ഇതിന് വായില്ല എന്ന് പറഞ്ഞപ്പോ അതൊരു മൂർത്തിയായി മാറി, വായില്ല കുന്നത്തപ്പൻ. ഒരു മനോഹരമായ ഐതിഹ്യ കഥയാണ്. പക്ഷെ അതിലെന്താണ്, വരരുചിയുടെ ശ്രാദ്ധത്തിന് പാക്കനാര് പശുവിന്റെ മുലയിറത്തിട്ട് പോകുന്നു. അയ്യോ ഇത് ഭ്രഷ്ടാണെന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞ് പിറ്റേന്ന് നോക്കുമ്പോൾ അവിടെ കോവക്ക ഉണ്ടായിരിക്കുന്നു. മനോഹരമായ കഥയാണ്. അതുകൊണ്ട് ഇന്നും ശ്രാദ്ധത്തിന് കോവക്ക വേണം. അപ്പൊ ഐതിഹ്യങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത് മനോഹരമായ ഒരു ദർശനം നമുക്ക് ഹൈന്ദവ ഐക്യത്തിൻ്റെതായിട്ട് ലഭിച്ചിട്ടുണ്ട്, കേരളത്തിലും ഭാരതം മുഴുവനും. പക്ഷേ നമ്മളുടെ ദുർബലത കൊണ്ട്, അസംഘടിതാവസ്ഥ കൊണ്ട്, പുഴുക്കുട്ടുകൾ കൊണ്ട്, സാമാജികമായ ദുർബലതകൾ കൊണ്ട് നമ്മളിത് മറന്നുപോയി. വിശ്വ ഹിന്ദു പരിഷത്ത് ഈ തെറ്റിൽ നിന്ന് ഹിന്ദു സമാജത്തെ കൈപിടിച്ചുയർത്തുന്നതിന് ഭാരതവ്യാപകമായി ലോകവ്യാപകമായി വിവിധ വേദികൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് മാത്രമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിനുമായി നാഭീനാളബന്ധമുള്ള അനവധി പ്രസ്ഥാനങ്ങൾ ഹിന്ദുക്കളെ ഉണർത്താൻ ശ്രമിച്ചപ്പോൾ സ്വാഭിമാനത്തിന്റെ സാമരസ്യത്തിന്റെ ശങ്കുലിയുമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് അതിന് മുൻപന്തിയിലുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ഗോമാതാക്കളെ ഈശ്വരനായി കണ്ട് പൂജിച്ചിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരൊക്കെ കൊച്ചിയിൽ വന്നപ്പോൾ കൊച്ചി രാജാവുമായി ഉണ്ടാക്കിയ കരാറിൽ ഒരു കരാറ് ഞങ്ങളുടെ നാട്ടിൽ പശുവിനെ കൊല്ലാൻ പാടില്ല എന്നായിരുന്നു. നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം, നിങ്ങൾ ഗോമാംസം ഭക്ഷിക്കുന്നവരാണ്, പക്ഷെ ഈ നാട്ടിൽ ഗോമാംസം ഭക്ഷിക്കാൻ പാടില്ല. ഇങ്ങനെ ഈശ്വരന് തുല്യം ഗോമാതാവിനെ പൂജിച്ചിരുന്ന ഈ കേരളക്കരയിൽ ഭാരതം മുഴുവൻ ഉണ്ടായിരുന്നു. ഞാൻ സന്ദർഭത്തിൽ ബ്രാക്കറ്റിൽ ഒരു കഥ പറയാം. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് മലപ്പുറത്ത് അങ്ങാടിപ്പുറത്തിനടുത്ത് തകർന്നുപോയ ഒരു നരസിംഹക്ഷേത്രം പുനരുദ്ധരിക്കാനായിട്ട് ഉണ്ണിയാൻ സാഹിബ് എന്ന് പറഞ്ഞൊരു മുസ്ലിം മതം മാറി രാമസിംഹനായി, അദ്ദേഹത്തിന് അനുജൻ ദയാസിംഹനായി. ദയാസിംഹൻ ഒരു അന്തർജനത്തെ കല്യാണം കഴിച്ചു, കമല അന്തർജനത്തെ. അവരുടെ വീട്ടിന്റെ തൊട്ട് മുൻവശത്തുണ്ടായിരുന്ന തകർന്ന നരസിംഹക്ഷേത്രം പുതുക്കിപ്പണിതു. പക്ഷേ പ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപ് വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുള്ള ആ സമയത്ത് ഈ രാമസിംഹന്റെ ഭാര്യയുടെ അച്ഛനായ മണ്ണാർക്കാട് ഹാജിയാരുടെ നേതൃത്വത്തിൽ മുസ്ലിം ഗുണ്ടകൾ വന്ന് അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് ആക്രമിച്ച് 5 പേരെയും കൊന്നു. രാമസിംഹൻ, ദയാസിംഹൻ, കമലാന്തർജനൻ, കമലാന്തർജന്റെ അമ്മ, വെപ്പുകാരൻ പട്ടര്. പോരാ, കമലാന്തർജനത്തിന്റെ വയറ്റിൽ 10 മാസം പൂർത്തിയായ കുട്ടിയെ, അതിന്റെ വിശദമായൊരു കഥയുണ്ട്. അപ്പൊ ഈ നരസംഹാരമൊക്കെ കഴിഞ്ഞ് ഈ തകർന്നു കിടക്കുന്ന ക്ഷേത്രം 1986 നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കി പുനരുദ്ധരിക്കാൻ പുറപ്പെട്ടപ്പോ അവിടെ ദേവപ്രശ്നം വെച്ചു. ആ സ്ഥലത്തിന്റെ പേര് മലാപ്പറമ്പ് എന്നാണ്. മാട്ടുമ്മൽ എന്നാണ് ക്ഷേത്ര പരിസരത്തിന്റെ പേര്. അപ്പൊ അവിടെ ദേവപ്രശ്നം വെച്ചപ്പോ പറയുന്ന കഥ, ഏതോ ഒരു കാലത്ത് ഒരു നാടുവാഴി നായാട്ട് നടത്തി അറിയാതെ ഒരു പശുവിനെ കൊന്നുപോയി. ഈ കുറ്റത്തിന് നാട്ടുകൂട്ടം ഒരു ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ ഈ മൃതമായ പശുവിന്റെ ശരീരത്തെ ഒരു മരത്തിന് മുകളിൽ കെട്ടിത്തൂക്കണം,
ഈ രാജാവ് കയ്യും കാലും ബന്ധനസ്ഥനായി നാടുവാഴി അതിന് താഴെ ഇരിക്കണം. ഈ പശു പുഴുത്ത് അതിൽ നിന്ന് വീഴുന്ന പുഴുക്കൾ ഈ രാജാവിന്റെ ശരീരത്തിൽ വീണ് അല്ലെങ്കിൽ നാടുവാഴിയുടെ ശരീരത്തിൽ വീണ് അദ്ദേഹം പ്രാണോപദേശം ചെയ്യണം. ഇതായിരുന്നു ശിക്ഷ. അങ്ങനെ നടന്നു. ആ സമയത്ത് അദ്ദേഹം വിഷ്ണുവിനെ ഭജിച്ചു. അവിടെ ഒരു വൈഷ്ണവ ചൈതന്യം ഉണ്ടായി. സഞ്ചാരിയായ രതീശ്വരൻ ആ വൈഷ്ണവ ചൈതന്യം കണ്ടെത്തി അവിടെ ക്ഷേത്രം പ്രതിഷ്ഠിച്ചു. ഇതാണ് കഥ. ആ വൈഷ്ണവ ചൈതന്യത്തിന്റെ ആ യതീശ്വരന്റെ ജീവനാണ് രാമസിംഹനായി മാറിയ ഈ ഉണ്ണിയാൻ സാഹിബിനെ സ്വാധീനിച്ചത്. ഇപ്പൊ ആ ക്ഷേത്രം പുതുക്കി പണിതു നമ്മൾ. 86 ശേഷം ഗംഭീരമായി ഇന്ന് നരസിംഹക്ഷേത്രമായി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഗോക്കളെ കൊല്ലുന്നത് ഏറ്റവും വലിയ പാപമായിരുന്നു. ഗോമാതാവിനെ ഓരോ കുടുംബത്തിലും പരിപാലിച്ചിരുന്നു. ഭാരതം മുഴുവൻ അവനവൻ ഭക്ഷിക്കുന്നതിന് മുമ്പേ ഗോമാതാക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സംസ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ ഭാരതം മുഴുവൻ നശിച്ചതിനേക്കാൾ ഘോരമായ നാശം ഈ കേരളത്തിലുണ്ടായി. 10-20 കൊല്ലം മുൻപ് രാമേന്ദ്രമഠത്തിലെ സ്വാമി ഗോഗ്രാമ യാത്രയുടെ ഭാഗമായി എറണാകുളത്ത് വന്നപ്പോ അദ്ദേഹത്തിന് എല്ലാ ദിവസവും നാടൻ പശുക്കൾ പാലുകൊണ്ട് അദ്ദേഹത്തിന്റെ തേവാര വിഗ്രഹങ്ങളിൽ അഭിഷേകം ചെയ്യണം. നാടൻ പശുവിന്റെ പാല് കിട്ടാൻ ഇവിടുന്ന് 30 കിലോമീറ്റർ ദൂരെ പോകേണ്ടി വന്നു എറണാകുളം പട്ടണം. അപ്പൊ സർക്കാരും പ്രചരിപ്പിച്ച എന്താണ്? നാടൻ പശുക്കളൊക്കെ അനാവശ്യമാണ്, ഒക്കെ ആ കൃത്രിമമായ കുത്തിവയ്പ് നടത്തി ഈ പാശ്ചാത്യ വർഗത്തിൽപ്പെട്ട പശുക്കളെ വളർത്തണം. പക്ഷെ ഇപ്പം മാറി, ദേശീയ പശുക്കൾ. അപ്പൊ വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, വിശേഷിച്ച് വിശ്വഹിന്ദു പരിഷത്ത് ഗോ സംരക്ഷണം എന്നുള്ളത് അതിന്റെ വലിയൊരു വിഷയമായി എടുത്തു. വിശ്വഹിന്ദു പരിഷത്തിന് നേതൃത്വം കൊടുത്തിരുന്ന സംഘത്തിന്റെ ഒരു പ്രചാരകൻ ശ്രീ പിങ്കളേജി, അദ്ദേഹം പറഞ്ഞു, പശുക്കളുടെ പാല് മാത്രം ഉപയോഗിക്കുന്ന സ്ഥിതിയിൽ ഒരിക്കലും ഗോമാതാക്കളെ രക്ഷിക്കാൻ സാധ്യമല്ല. അതിന്റെ ഗോമൂത്രം, അതിന്റെ ചാണകം എല്ലാം ഉപയോഗപ്പെടുത്തുന്ന, വ്യാവസായികമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ നമ്മൾ ഗവേഷണങ്ങൾ നടത്തി വളർത്തണം. ഇന്ന് വളർന്നു. ഗോമൂത്ര അറക്കൽ എല്ലാ രോഗങ്ങൾക്കും ഇന്ന് വലിയ മരുന്നാണ്. അപ്പൊ അങ്ങനെ ഗോമാതാവിനെ പറ്റിയിട്ടുള്ള ശ്രദ്ധ ഭാരതവ്യാപകമായി വളർത്താൻ, ഗോഹത്യയെ തടുക്കാൻ, ഗോവധം നടത്തുന്നവരെ നിയന്ത്രിക്കാൻ ഒക്കെ ഇന്ന് ഭാരതവ്യാപകമായി ഒരു ആത്മവിശ്വാസം ഹിന്ദുക്കൾക്ക് ഉണ്ടാക്കിയത് വിശ്വഹിന്ദു പരിഷത്താണ്. കേരളത്തിലും ഞാൻ ഈ പറഞ്ഞ 20-25 കൊല്ലം മുമ്പുള്ള ഗോഗ്രാമ യാത്രയ്ക്ക് ശേഷം നമ്മളുടെ എല്ലാ പരിശ്രമം കൊണ്ട് ഇന്ന് പശുക്കളെ വീടുകളിൽ സംരക്ഷിക്കുന്ന ഒരു സംസ്കാരം വളർന്നിട്ടുണ്ട്. ഹിന്ദുക്കള് ഗോമാതാവിനെ ഭക്ഷിക്കുന്ന ദുസ്വഭാവം മാറ്റാൻ നമ്മൾ ഇനിയും ബോധവൽക്കരണം നടത്തേണ്ടിയിരിക്കുന്നു. വലിയ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ പോയാലും ബീഫ് എന്ന് ഓമന പേരിട്ട് നിർലജ്ജം ഭക്ഷിക്കുന്ന ഹൈന്ദവ വിരുദ്ധമായ ഒരു ജീവിത ശൈലി. ശരി, ഹിന്ദു സമാജം എന്നുള്ളത് വലിയൊരു സമുദ്രം പോലെയാണ്. വടക്കുകിഴക്കൻ ഭാരതത്തിലെ ഗോത്ര സമൂഹങ്ങളിൽ പലരും ഇന്ന് ക്രിസ്ത്യാനികളായി പോയതുകൊണ്ട് അവർ ഗോമാംസം ഭക്ഷിക്കും. പക്ഷെ ക്രിസ്ത്യാനികളാകുന്നതിന് മുൻപ് ഭാരതത്തിലെ ഗോത്രവർഗങ്ങളൊന്നും ഗോമാതാക്കളെ ഭക്ഷിച്ചിരുന്നില്ല. ദൗർഭാഗ്യവശാൽ നാണമില്ലാതെ ഇന്ന് അത് അനുഷ്ഠിക്കുന്നവർക്ക് അതിനെതിരെയുള്ളൊരു മാനസികാവസ്ഥ വിശ്വഹിന്ദു പരിഷത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. വിശ്വഹിന്ദു പരിഷത്ത് അനവധി ധർമ്മയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ നീട്ടുന്നില്ല. അതിലേറ്റവും രോമാഞ്ചജനകമായൊരു യാത്രയായിരുന്നു 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭാരതമാതാവിന്റെ വിഗ്രഹവും ഗംഗാജലവുമായി നടത്തിയ യാത്ര. ഇവിടെ ഇന്നുണ്ട്. അന്ന് കേരളത്തിൽ സഞ്ചരിച്ച ആ വിഗ്രഹം നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഗംഗ എന്ന് പറയുന്നത് കാശിയിൽ പോയാൽ മാത്രം വളരെ ദുർലഭം ആൾക്കാർക്കുണ്ടാകുന്ന ഭാഗ്യമാണ് എന്ന് മാത്രമല്ല, ഗംഗാ നദിയോടുള്ള വടക്കൻ ഭാരതത്തിലെ ഒരു സ്നേഹവും കടപ്പാടും ഹൃദയബന്ധവും ഒക്കെ ഈ ഇസ്ലാമിക മേധാവിത്വത്തിന്റെ, ക്രിസ്ത്യൻ മേധാവിത്വത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ദുർബലമായി. പക്ഷേ അന്ന് ഭാരതവ്യാപകമായി ഗംഗാ കലശവും ഭാരതമാതാവിന്റെ വിഗ്രഹവുമായി നടത്തിയ യാത്ര അത്ഭുതകരമായ ഒരു മാറ്റമാണ് കേരളത്തിലുണ്ടാക്കിയത്. കൊടുങ്ങല്ലൂരില് അന്ന് നമ്മളെ എതിർത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ദേശാഭിമാന പത്രത്തിന്റെ ചീഫ് എഡിറ്ററായിരുന്ന ഇന്ദുജൂഡൻ അദ്ദേഹം അധ്യക്ഷനായി വന്നു. അദ്ദേഹം ദേശാഭിമാനി എഡിറ്ററായിരുന്നു.
അന്ന് പത്രങ്ങൾ എഴുതി ഹിന്ദുവിന് പോലും ചൂട് പിടിക്കുന്ന കാലമാണിത്. കുട്ടനാടിന്റെ കിഴങ്ങറ മുതൽ ആ വള്ളത്തിൽ കായലിലൂടെ നടന്ന അന്നത്തെ ഘോഷയാത്ര പുളകം കൊള്ളിക്കുന്ന ഘോഷയാത്രയായി. ഭാരത വ്യാപകമായി നടത്തിയ ഭാരത മാതാവ് എന്നുള്ള സങ്കല്പം, സുജലാം സുബലാം മലയജ ശീതള എന്ന് ബങ്കിമചന്ദ്രൻ വർണ്ണിച്ച ത്വം ഹി ദുർഗാ ദശപ്രഹരധാരിണി കമല കമലദള വിഹാരിണി എന്ന് ബങ്കിമചന്ദ്രൻ വർണ്ണിച്ച ഭാരത മാതാവ് എന്ന സങ്കല്പം നമുക്ക് നഷ്ടമായി. 1921 കാക്കിനാടിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വിഷ്ണു ദിഗംബര പുരസ്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്ദേമാതരം പാടാൻ എഴുന്നേറ്റപ്പോ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ഷൗക്കത്ത് അലി, ഞാനിവിടെ ഇരിക്കില്ല, എനിക്ക് ഈ നാടിനെ അമ്മയായി കാണാൻ എൻ്റെ മതം സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ കോൺഗ്രസ് മുട്ടിട്ടഴഞ്ഞ് വന്ദേമാതരഗാനത്തെ മുറിച്ചു. ത്വം ഹി ദുർഗാ ദശപ്രഹരണധാരിണി കമലാ കമലദളവിഹാരിണി വാണി വിദ്യാധാരിണി നമാമി ത്വാം അമലാം കമലാം സുജലാം സുബല, ഈ വരികളെല്ലാം മാറ്റിയിട്ട് ആദ്യത്തെ 4 വരി മാത്രം. പക്ഷെ വന്ദേമാതരം അതിന്നും നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ഭാരത മാതാവ് എന്നുള്ള സങ്കല്പത്തെ പുനഃപ്രതിഷ്ഠിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് ഭാരത വ്യാപകമായി ഈ ഭാരത മാതാവിന്റെ വിഗ്രഹവുമായി യാത്ര നടത്തി. വിവേകാനന്ദ സ്വാമി പറഞ്ഞിരുന്നു, ഇനി ഒരു 50 വർഷത്തേക്ക് സർവ്വദേവീദാസന്മാരെ ഉപേക്ഷിക്കൂ, ഭാരത മാതാവാവട്ടെ നമ്മുടെ ദേവത. ഈ ഒരു ആശയത്തിലേക്ക് ഹിന്ദു സമാജത്തെ സന്നിവേശിപ്പിക്കാൻ, ആനയിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിന് കഴിഞ്ഞു. അനവധി യാത്രകൾ. ഞാൻ സമയക്കുറവ് കൊണ്ട് നീട്ടുന്നില്ല. എൻ്റെ സംഘടനയുടെ പേര് ഇവിടെ പറഞ്ഞു, സീമാ ജാഗരൻ മഞ്ച് എന്നാണ്. സീമ എന്ന് പറഞ്ഞ അതിർത്തിയാണ്. ഭാരതത്തിന്റെ അതിർത്തികളിലെ ജനങ്ങളെ ദേശഭക്തിയിൽ അപ്ലാവിതരാക്കി ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പൊ അതിർത്തി ഞാൻ പാലിക്കണം. സമയത്തിന്റെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.